नमस्ते। आज की 4th सेमेस्टर की कक्षा में सबको हार्दिक स्वागत। നമ്മൾ 3rd സെമസ്റ്റർ കഴിഞ്ഞു 4th സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഏതൊക്കെയാണ് പുസ്തകങ്ങൾ നമ്മൾ ഇത്ര നാളും പഠിച്ചു? പ്രോസ് പഠിച്ചു, അതിൽ ഡ്രാമ പഠിച്ചു, ഗ്രാമർ, അതുപോലെ തന്നെ പോയട്രി, ഇവ കാര്യങ്ങൾ നമ്മൾ സാഹിത്യത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സെമസ്റ്ററിലുള്ളത് നോവലും ഷോർട്ട് സ്റ്റോറീസാണ്. നമുക്ക് നോവൽ 2 പുസ്തകമാണുള്ളത്. നോവലുണ്ട്, ഷോർട്ട് സ്റ്റോറീസുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ ഷോർട്ട് സ്റ്റോറീസിൻ്റെ പേര് സദാബഹാർ കഹാനിയാം എന്നുള്ളതാണ്. ഷോർട്ട് സ്റ്റോറിയുടെ പേര് സദാബഹാർ കഹാനിയാം എന്നാണ്. അതുപോലെ തന്നെ നമുക്കൊരു നോവലുണ്ട്, സപ്നം കി ഹോം ഡെലിവറി എന്നുള്ളതാണ് പേര്. നോവലിൻ്റെ പേര് സപ്നം കി ഹോം ഡെലിവറി. മമത കാലിയയുടെയാണ് പുസ്തകം, നോവൽ. നമ്മുടെ ഇപ്പോഴത്തെ സമകാലീന സാഹിത്യകാരിയാണ് മമത കാലിയ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. അതിൽ നമ്മൾ 3 മൊഡ്യൂളായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ മൊഡ്യൂളിൽ ഷോർട്ട് സ്റ്റോറി നമ്മൾ സദാബഹാർ കഹാനിയം എന്നുള്ള ആ ബുക്കിലെ ഈദ്ഗാഹ്, പ്രേംചന്ദിൻ്റെ ഈദ്ഗാഹ്. പ്രേംചന്ദിനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക്. അതായത് കഹാനി സമ്രാട്ട്, ഉപന്യാസ സമ്രാട്ട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് നമ്മുടെ പ്രേംചന്ദ്. അദ്ദേഹത്തിൻ്റെ ഈദ്ഗാഹാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരെണ്ണം. നെക്സ്റ്റ് രണ്ടാമത്തെ വിഷ്ണു പ്രഭാകറിൻ്റെ ജഡ്ജ് കാ ഫൈസല എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ അപരാധ്, ഉദയപ്രകാശിൻ്റെ അപരാധ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 3 ചാപ്റ്ററാണുള്ളത്, പ്രേംചന്ദിൻ്റെ, വിഷ്ണു പ്രഭാകറിൻ്റെ, ഉദയപ്രകാശിൻ്റെ. ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഗ്യാൻ രഞ്ജൻ്റെ പിത ഉണ്ട്. അതുപോലെ തന്നെ സ്വയം പ്രകാശിൻ്റെ പാർട്ടീഷൻ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി, SR ഹെർണറ്റിൻ്റെ M.com എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി. അങ്ങനെ മൊത്തം 6 ഷോർട്ട് സ്റ്റോറീസാണുള്ളത്, 6 ചെറുകഥകളാണുള്ളത്. അതിലെ ആദ്യത്തെ 3 ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിൽ പിന്നീട് വരുന്ന പിത, പാർട്ടീഷൻ, M.com, ഇത് 3 സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളാണ്. അത് നമുക്ക് മമത കാലിയയുടെ നോവലാണ് സപ്നം കി ഹോം ഡെലിവറി. നോൺ ഡീറ്റെയിൽ സ്റ്റഡിയാണ്. ഓൺലി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മേ ബി ആസ്ക്ഡ് ഫോർ എക്സാമിനേഷൻ. അപ്പോൾ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും മാത്രമാണ് നോവലിൽ നിന്ന് ചോദിക്കുക. നോൺ ഡീറ്റെയിൽ സ്റ്റഡിയാണിത്. അപ്പോൾ അതാണ് നമുക്ക് 4th സെമസ്റ്ററിലെ പുസ്തകങ്ങൾ. 2 പുസ്തകമാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ സാഹിത്യത്തിൻ്റെ വികാസയാത്ര എന്ന് പറഞ്ഞ് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ പോയട്രിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദികാലമുണ്ട്, രീതികാലമുണ്ട്, ഭക്തികാലമുണ്ട്, ആധുനികകാലമുണ്ട്. ഇതിൽ നമ്മൾ ആധുനിക കാലം മുതലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദി കഹാനിയുടെ വികാസയാത്ര ആരംഭിക്കുന്നത്. ആധുനിക കാലം മുതലാണ്, അതായത് 1900 മുതലാണത് ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. ഹിന്ദി കഹാനിക്ക് വികാസയാത്ര. അപ്പോൾ 1900-ലാണ് ആധുനിക കാലം ആരംഭിക്കുന്നത്. ആധുനിക കാലത്ത് നമ്മൾ പറയുന്നുണ്ട് ഗദ്യകാലം എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്, ആധുനിക കാലം. ഇതിൽ ആദ്യത്തെ വികാസകാലം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 1900 തന്നെ കിശോരിലാൽ ഗോസ്വാമിയുടെ ഒരു രചനയുണ്ട്, ഇന്ദുമതി. അതുപോലെ അങ്ങനെ ഓരോ വർഷം 1903, 1907, അങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ രചനകൾ വരുന്നു, പുതിയ കഥകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് നമ്മൾ വികാസകാലം എന്ന് പറയുന്നത് 1911 തൊട്ട് 1930 വരെയുള്ള കാലഘട്ടം. അതിൽ നമ്മൾ ജയശങ്കർ പ്രസാദ്, അതുപോലെ തന്നെ പ്രേംചന്ദ്, അതിലെ ഉയർന്നു വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്ന സാഹിത്യകാരന്മാരാണ് ജയശങ്കർ പ്രസാദ്, അതുപോലെ തന്നെ പ്രേംചന്ദ്. प्रसाद का दृष्टिकोण भावपूर्ण रहस्यात्मक था, लेकिन प्रेमचंद का आदर्शोन्मुख यथार्थवाद का था. അപ്പോൾ പ്രസാദും അതുപോലെ തന്നെ പ്രേംചന്ദ്, ജയശങ്കർ പ്രസാദ് കേട്ടിട്ടുണ്ട് നമ്മൾ. ഛായാവാദ് കെ പ്രമുഖ് അല്ലെങ്കിൽ ചതുർസ്തംഭം അമ്മേ ഏക് ഹേ ജയശങ്കർ പ്രസാദ്. നമ്മൾ അത് പഠിച്ചപ്പോൾ നിരാലയെക്കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വ്യക്തിയാണ്. അതായത് അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്, നാടകമുണ്ട്, കഥയുണ്ട്, അങ്ങനെ ഒരുപാട് മേഖലയിൽ ഫേമസ് ആയിട്ടുള്ളൊരു സാഹിത്യകാരനാണ് നമ്മുടെ
ജയശങ്കർ പ്രസാദ്. അതുപോലെ തന്നെ പ്രേംചന്ദ്രൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇതിൽ പഠിക്കാനുണ്ട് ഈദ്ഗാഹ് എന്ന് പേരുള്ള ഒരു രചന നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ 1900 നമ്മൾ ഗദ്യകാലം ആരംഭിച്ചു, അല്ലെങ്കിൽ ആധുനികകാലം ആരംഭിച്ചു. അതിലെ വികാസകാലം എന്ന് പറയുന്നത് 1911 തൊട്ട് 30 വരെയുള്ള കാലഘട്ടത്തിലാണ് കൂടുതൽ നമ്മുടെ കഹാനിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. ഇനി ഉത്കർഷ കാലം എന്ന് പറയുന്നത് 1930 മുതൽ ഇപ്പോൾ വരെയുള്ള കാലഘട്ടം. അതായത് 1930 മുതൽ കഥകൾ ഒന്നുകൂടി നല്ലൊരു രീതിയിൽ മുന്നോട്ട് കഥാരചനകൾ മുന്നോട്ട് പോയി തുടങ്ങി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളെ സ്ത്രീ ലേഖികമാർ ഇറങ്ങിയത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ മഹാദേവി വർമ്മ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ആധുനിക മീര എന്നറിയപ്പെടുന്ന മഹാദേവി വർമ്മ. അതുപോലെ തന്നെ സുഭദ്രകുമാരി ചൗഹാൻ, ഹോമവതി ദേവി, തേജറാണി പാഠക്, കമലാദേവി ചൗധരി, സത്യവതി മാലിക്, ഉഷാദേവി, അല്ലെ രാശി തിവാരി, ചന്ദ്രകിരൺ സാൻഡ്രിക്സ, മന്നു ഭണ്ഡാരി, ഉഷാ പ്രിയമത, അങ്ങനെ കുറേ പേര് ആ കാലഘട്ടത്തിൽ സ്ത്രീ എഴുത്തുകാരികൾ ആ സമയത്തുണ്ടായെന്ന് പറയുന്നത്. പിന്നീട് 1954 നയി കഹാനിയുടെയിലേക്ക്, അതായത് പുതിയ കഥകളെന്ന ആ ഒരു രൂപമാറ്റം അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. 30-ന് ശേഷം 1954 കൂടിയിട്ട് അവിടെ നയി കഹാനി എന്ന് പറയുന്ന നയി കഹാനി ആന്തോളൻ അവിടെ ഉണ്ടാവുകയാണ്. അതിൽ നമ്മൾ മോഹൻ രാഗേഷ്, രാജേന്ദ്ര യാദവ്, കമലേശ്വർ ഇവരൊക്കെ നയി കഹാനി ആന്തോളൻ കെ അഗുവ ലേഖക് എന്ന് പറയുന്നത്, അതായത് മുൻനിരയിൽ നിൽക്കുന്ന ലേഖകന്മാരാണ് മോഹൻ രാഗേഷ്, രാജേന്ദ്ര യാദവ്, കമലേശ്വർ തുടങ്ങിയ ലേഖകന്മാർ. ഒരുപാട് കഥ ഒന്നുകൂടി അതിന് വികാസം പ്രാപിച്ച് പുതിയ രീതിയിലേക്ക് എത്തി. അല്ലെ ഡോക്ടർ നാമോർ സിംഗ് ഒക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ്. വീണ്ടും നമ്മൾ 60-ന് ശേഷം സാഡോത്തരി ഹിന്ദി കഹാനി എന്ന പേരിൽ, അതല്ലേ നമ്മൾ 60-ന് ശേഷം വരുന്ന കഥകൾ നമുക്ക് സമകാലീൻ കഹാനി എന്ന് പറയും, ആജ് കി കഹാനി എന്ന് പറയും. അതായത് സാഡോത്തരി ഹിന്ദി കഹാനി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. 60-ന് ശേഷം 1960-ന് ശേഷം വരുന്ന നമ്മുടെ രചനകൾ ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ നമുക്ക് പറയേണ്ടത് ഗ്യാൻ രഞ്ജൻ്റെ നമുക്ക് എടുക്കാനുണ്ട്. പിത എന്ന് പറയുന്ന ഒരു രചനയുണ്ട് ഗ്യാൻ രഞ്ജൻ്റെ. അതുപോലെ കാശിനാഥ്, ദൂത്നാഥ്, രവീന്ദ്ര കാലിയ, പ്രബോധകുമാർ തുടങ്ങിയവരൊക്കെ ഈ കാലഘട്ടത്തിലെ സമകാലീന ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കഥാകാരന്മാരാണ്, ലേഖകന്മാരാണെന്ന് പറയുന്നത്. 1960-ന് ശേഷം വന്നത്. പിന്നീട് 1970 ജനവാദി കഹാനി ആന്തോളൻ എന്ന് പറഞ്ഞ് അവിടെ ആരംഭിക്കുന്നു. അതിൽ നമ്മൾ കമലേശ്വരമൊക്കെ വരുന്നുണ്ട്, സമാന്തർ കഹാനി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഹിന്ദി കഥ എന്ന് പറയുന്നത്, അതായത് ലഘു കഹാനിയായാലും കഥയായാലും അതിൻ്റെ വികാസയാത്ര, അതായത് 1900 തൊട്ട് അവിടെ കഥയുടെ, അതായത് പുതിയ പല പല പേരുകളിൽ വികാസയാത്ര അവിടെ ആരംഭിച്ചു എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രേംചന്ദ്രനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ആളുകൾ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു. ഗ്യാൻ രഞ്ജനൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ്. പിത എന്ന് പറയുന്ന രചന അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ കഥ എന്ന് പറയുന്നതിൻ്റെ വികാസം, ഗദ്യകാലം എന്ന് പറയുന്നത് 1900 മുതൽ ആധുനിക കാലത്തിലാണ് ഗദ്യ മേഖല അല്ലെങ്കിൽ ഗദ്യകാലം വികാസം പ്രാപിച്ചത്. 1900-ന് ശേഷമാണ് നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഇന്നത്തെ കഥകൾ അല്ലെങ്കിൽ സമകാലീന കഥകളിലേക്ക് അത്, അല്ലെങ്കിൽ നയി കഹാനി എന്ന പേരിലൊക്കെ അത് അറിയപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഉദയപ്രകാശിൻ്റെയാണ്. ഉദയപ്രകാശ് 1952 ജനിച്ചത്. 1 ജനുവരി 1952. ഇതിൽ ഇയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 1952 ഉദയപ്രകാശ് ജനിച്ചത്. ജനുവരി 1 പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഉദയപ്രകാശിൻ്റെയാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. അപരാധ് എന്ന പേരുള്ള ഒരു ചെറിയൊരു കഥയാണ്. ചെറിയൊരു കഥ തന്നെയാണ് അപരാധ്. ഇതിൽ ഉദയപ്രകാശ് കാ ജന്മ मध्य प्रदेश के शहडोल अब अनूपपुर जिले के गांव सीतापुर में हुआ. ഉദയപ്രകാശ് ജനിച്ചത് മധ്യപ്രദേശിലെ
ഷാഡോൾ എന്ന് പറയുന്ന ജില്ലയിൽ, അതായത് ഇപ്പോൾ അനൂപ്പൂർ എന്ന പേരിലാണത് അറിയപ്പെടുന്നത്, ആ ജില്ലയിലെ സീതാപൂർ എന്ന പേരുള്ള ഗ്രാമത്തിൽ ജനിച്ചു എന്ന് പറയുന്നത്. ഉദയപ്രകാശ് ജനിച്ചത് 1952 ജനുവരി 1 മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ അനൂപ്പൂർ എന്ന് പറയുന്ന ജില്ലയിലെ നമ്മുടെ സീതാപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ഇനോനെ സാഗർ വിശ്വവിദ്യാലയ, सागर और जवाहरलाल नेहरू विश्वविद्यालय नई दिल्ली से शिक्षा प्राप्त की. അപ്പോൾ അദ്ദേഹം സാഗർ വിശ്വവിദ്യാലയം, സാഗർ യൂണിവേഴ്സിറ്റി, അതുപോലെ സാഗർ और जवाहरलाल नेहरू विश्वविद्यालय, सागर और जवाहरलाल नेहरू യൂണിവേഴ്സിറ്റി നയി ദില്ലി സേ ശിക്ഷ പ്രാപ്ത് ഹി, ന്യൂഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. അപ്പോൾ കുറേ യൂണിവേഴ്സിറ്റികളിൽ, സാഗർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അദ്ദേഹം പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉദയപ്രകാശ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് രചനകളെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് കൃതിയാം ഹേ, സുനോ കാരീഗർ, അബൂത്തർ കബൂത്തർ, രാത് മേ ഹാർമോണിയം, ഏക് ഭാഷ ഹുവാ കർത്തി ഹേ, കവിതാ സംഗ്രഹ്. കവിതാ സംഗ്രഹം എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരങ്ങൾ. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ, കുറച്ച് രചനകളുടെ പേരാണ് പറഞ്ഞത്. സുനോ കാരീഗർ, അബൂത്തർ കബൂത്തർ, രാത് മേ ഹാർമോണിയം, ഏക് ഭാഷ ഹുവാ കർത്തി ഹേ, ഇത് കവിതാ സമാഹാരങ്ങളാണ്. അടുത്തത് ദരിയായി ഘോഡ, തിർച്ചി, और अंत में प्रार्थना, पॉल गोमरा का स्कूटर, पीली छतरी वाली लड़की, दत्तात्रेय के दुख, मोहनदास, अरेबा परेबा, मैंगोस्टिल, कहानी संग्रह. അപ്പോൾ ആദ്യം നമ്മൾ കവിതാ സമാഹാരങ്ങൾ പേര് പറഞ്ഞു. ഇനി നമ്മൾ കഹാനി സംഗ്രഹമാണ്, കഥാസമാഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തന്നെ. ദരിയായി ഘോഡ, തിരുച്ചി, और अंत में प्रार्थना, पॉल गोमरा का स्कूटर, पीली छतरी वाली लड़की, दत्तात्रेय के दुख, मोहनदास, അരേബ പരേബ, മാംഗോസ്റ്റിൽ കഥാസമാഹാരങ്ങളാണ്. നമ്മൾ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാവുന്നതാണ്, ഉദയപ്രകാശ് കി 4 കഹാനി ക നാം ലിഖിയെ, 4 കഥകളുടെ പേര് എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. 2 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈശ്വർ കി ആങ്ക്, അപ്പനി ഉൻകി ബാത്ത്, അവർ നയി സദി ക പഞ്ചതന്ത്ര, ഇതിൽ നിബന്ധമുണ്ട്, ആലോചനയുണ്ട്, സാക്ഷാത്കാരം ക സംഖല. നിബന്ധം എന്ന് പറഞ്ഞാൽ എസ്സേ ആണ്, ഉപന്യാസം എന്ന് മലയാളത്തിൽ പറയും. ആലോചന എന്നാൽ ക്രിറ്റിസിസാണ്, വിമർശനമാണ്. അല്ലെ സാക്ഷാത്കാരം ക സംഖലൻ, സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഇത് കൂടാതെ, അതായത് കവിതാ സമാഹാരങ്ങളും കഥാസമാഹാരങ്ങളും കൂടാതെ ഈശ്വർ കി ആങ്ക്, അപ്പനി ഉൻകി ബാത്ത്, നയി സദി ക പഞ്ചതന്ത്ര തുടങ്ങിയ നോവൽ, എന്താ പറയുക, എസ്സേ, അതുപോലെ തന്നെ ക്രിറ്റിസിസം, അതുപോലെ ഇൻ്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ലാൽ घास पर नीले घोड़े, रूसी नाटक का अनुवाद और रूपांतर. റൂസി നാടകം റഷ്യൻ നാടകമാണ്. അതിൻ്റെ അനുവാദ ട്രാൻസ്ലേഷനും അതിൻ്റെ രൂപാന്തരവും നടത്തിയിട്ടുണ്ട്. പേര് ലാൽ घास पर नीले घोड़े. റഷ്യൻ നാടകമാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. കല അനുഭവ്, പ്രൊഫസർ ഹരിയന്താക്കി സൗന്ദര്യശാസ്ത്രീയ പുസ്തക അനുവാദം. കലാ അനുഭവ്, അത് പ്രൊഫസർ ഹരിയന്തയുടെ സൗന്ദര്യശാസ്ത്രീയ പുസ്തക അനുവാദം, സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് കലാ അനുഭവം എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ആഖിരി ലഡായി, BBC संवाददाता मार्क टली सतीश जैकब की किताब का हिंदी अनुवाद. ഇന്ദിരാഗാന്ധിക്ക് ആഖിരി ലഡായി എന്ന പേരിൽ, ഇന്ദിരാഗാന്ധിയുടെ അവസാനത്തെ യുദ്ധം എന്ന പേരിൽ BBC വക്താവ് മാർക്ക് ടലി സതീഷ് ജേക്കബിൻ്റെ ഒരു പുസ്തകം, അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. BBC വക്താവാണ് മാർക്ക് ടലി സതീഷ് ജേക്കബ് കി കിതാബ് ക ഹിന്ദി മേ അനുവാദ്. പുസ്തകത്തിൻ്റെ പേര് ഇന്ദിരാഗാന്ധിക്ക് ആഖിരി ലഡായി. അടുത്തത് റോമ്യ റോളാം ക ഭാരത്, ആംശിക് അനുവാദ് അവർ സമ്പാദൻ. ആംശിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലായിട്ട്, ഭാഗികമായിട്ട്. അപ്പോൾ റോമ്യ റോളാം ക ഭാരത് എന്ന് പറയുന്നതിൻ്റെ ഭാഗികമായിട്ടുള്ള ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ എഡിറ്റിങ്, സമ്പാദനം എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്, അതും നടത്തിയിട്ടുണ്ട്.
इन्हें कई साहित्य पुरस्कारों से भी सम्मानित किया जा चुका है. അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് സാഹിത്യ പുരസ്കാരങ്ങളാൽ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ 1952 ജനുവരി 1 ജനിച്ചു. മധ്യപ്രദേശിലെ സീതാപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു. സാഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതായത് ന്യൂഡൽഹിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. കവിതാ സമാഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്, കഥാസമാഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്, എസ്സേ ഉണ്ട്, അതുപോലെ തന്നെ ക്രിറ്റിക്സ് ഉണ്ട്, അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ, അങ്ങനെ കുറേ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരം സെ ബി സമ്മാനിത് കിയാ ജാ ചുകാ ഹെ. ഒരുപാട് സാഹിത്യ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, അപരാധ് ലേഖക് उदय प्रकाश की श्रेष्ठ कहानी है जिसके अंतर्गत उन्होंने बचपन की एक अविस्मरणीय घटना को आधार बनाया है. അപരാധ് എന്ന് പറയുന്നത് നമ്മുടെ ലേഖകനായ ഉദയപ്രകാശിൻ്റെ വളരെ ശ്രേഷ്ഠമായ, വളരെ മികച്ചൊരു കഥയെന്ന് പറയുന്നത്. ജിസ്കെ അന്തർഗത്, അതിൻ്റെ ഉള്ളിൽ, ആ കഥയുടെ ഉള്ളിൽ വരുന്നത്, അപരാധ് എന്ന് പറയുന്ന കഥയുടെ ഉള്ളിൽ വരുന്നത് ഉന്നോനെ ബച്പൻ കി ഏക് അവിസ്മരണീയ ഘടനാക്കോ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഥ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അപരാധം എന്ന് പറയുന്ന കഥ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ലേഖക് അപ്പനെ ബച്പൻ കി ഏക് അവിസ്മരണീയ ഘടനാക്കോ ആദർബനായ ഹെ. ലേഖകൻ അല്ലെങ്കിൽ ഉദയപ്രകാശ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അവിസ്മരണീയമായ ഒരു സംഭവം, മറക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് കഥ എഴുതിയത്? അപരാധ് എന്ന് പറയുന്ന ഈ കഥ എഴുതിയത്. അതൊരു ശ്രേഷ്ഠ കഹാനിയാണ്, മികച്ചൊരു കഥയാണ്. ലേഖക് ഖേൽ ഖേൽ മേ അപ്നെ ഗലത്തി സെ സിർ പർ ലഗി ചോട്ട് കാ ദോഷാരോപൺ അപ്നെ ബഡേ ഭായി പർ ലഗാകർ ഉസെ അപ്നെ പിതാ സെ ബേറഹമി സെ പിട്വാതാ ഹെ. എന്താ പറയുന്നത്? ലേഖകനിവിടെ ഖേൽ ഖേൽ മേ, ഓരോ കളിയിലും, അപ്നി ഗൽത്തി സേ, അദ്ദേഹം ചെയ്ത തെറ്റു മുഖേന, സിർ പർ ലഗി ചോട്ട് കാ ദോഷാരോപൺ, അദ്ദേഹത്തിൻ്റെ തെറ്റുകൊണ്ട് തലയിൽ പറ്റിയ മുറിവ്, ചോട്ട് എന്ന് പറഞ്ഞ മുറിവ്, ചോട്ട് കാ ദോഷാരോപൺ, ആ മുറിവിൻ്റെ കുറ്റം ചുമത്തിയത് അപ്നി ബഡേ ഭായി പർ ലഗാക്കർ, അതായത് ലേഖകൻ്റെ കുറ്റം കൊണ്ടുണ്ടായതാണ്, മുറിവ് പറ്റിയതാണ്. പക്ഷേ അത് മൂത്ത സഹോദരൻ്റെ തലയിൽ ചുമത്തിയിട്ട് ആ കുറ്റാരോപണം ചെയ്തിട്ട്, അല്ലെ കുറ്റം ആരോപിച്ചിട്ട്, ഉസ്നെ അപ്പനെ പിതാസേ, ഉസേ അദ്ദേഹം അപ്പനെ പിതാസേ ബേരഹമി സേ പിട്വാതാഹി, അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൂത്ത ജ്യേഷ്ഠന് അടി വാങ്ങിക്കേണ്ടതായിട്ട് വരികയാണ്. ബേരഹമീസെ പിട്വാതാഹി, ഒരു ദൈവമില്ലാതെ അവിടെ അടി വാങ്ങിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അപ്പനെ സിർ പർ ലഗി ചോട്ട്ക ദോഷാരോപൺ അപ്പനെ ബഡേ ബായി പർ ലഗാക്കർ, സ്വന്തം തെറ്റുകൊണ്ടുണ്ടായിട്ടുള്ളതാണ്, പക്ഷേ അതിൻ്റെ കുറ്റം ചുമത്തിയത് മൂത്ത സഹോദരനിലായിരുന്നു എന്നാണ് പറയുന്നത്. ഉസ് സമയ ഉസേ ഇസ്കെ ലിയെ തനിക് ബി മലാൽ നഹി ഹോത്ത പർ ബാദ് മേ ഇസ്കെ ലിയെ ഉസേ ബഹുത് ഗ്ലാനി ഹോത്തി ഹെ. പക്ഷേ ആ സമയത്ത്, അതായത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, സ്കൂളിൽ പോയി പഠിക്കുന്ന കാലഘട്ടത്തിലാണ്, ആ സമയത്ത് കളിക്കുമ്പോൾ ഉണ്ടായൊരു അബദ്ധമാണ് അത്. ആ സമയത്ത് സ്കിലെ തനിക് പി മലാൽ നഹി ഹോത്ത, ആ സമയത്ത് അത്രയ്ക്കധികം ദുഃഖമൊന്നും തോന്നിയില്ല എന്നാണ് പറയുന്നത്. മലാലിന് ദുഃഖം, ഖേദം തോന്നിയില്ല. പർ ബാദ് മേ, പക്ഷെ പിന്നീട് ഇസ്കേലിയ ഉസേ ബഹുത് ഗ്ലാനി ഹോത്തി ഹേ, ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചെയ്ത ഒരൊറ്റ കാര്യം കൊണ്ട് വളരെയധികം ദുഃഖം അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഇസ് ഘടന കെ ലിയെ വഹ് ആജന്മ ഇസ് അപരാധ ബോധസേ ഗ്രസ്ത് രഹ, ഈ ഒരു സംഭവം കാരണം, അതായത് തൻ്റെ ഭാഗത്തുനിന്ന വീഴ്ച, അത് മറ്റുള്ള ഒരാളിൽ ആ കുറ്റം ചുമത്തിക്കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരവസ്ഥ കുട്ടിക്കാലത്തുണ്ടായതാണ്. ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നൊന്നും, ആ കാലത്തൊന്നും ദുഃഖം തോന്നിയില്ല. പിന്നീട് അതിനെക്കുറിച്ച് അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട്. ആ ദുഃഖം, ആ ഒരു സംഭവം എന്ന് പറയുന്നത് വഹ ആ ജന്മ, അദ്ദേഹത്തിന്
അവസാനം വരെ ഇസ് അപരാധ് ബോധത്തെ ഗ്രസ്ത് രഹ, ഈ അപരാധബോധം അദ്ദേഹത്തെ ഗ്രസിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹത്തെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ദുഃഖം അദ്ദേഹത്തിന് മറയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആ പ്രായത്തിൻ്റേതായ പക്വതക്കുറവ് കൊണ്ടാണ് അങ്ങനെ ഒരു അപരാധം പറ്റിയത്, അങ്ങനെ ഒരു തെറ്റ് പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു രചന അല്ലെങ്കിൽ ഈ ഒരു കഥ അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഉദയപ്രകാശിനെ കുറിച്ച് ഒന്നുകൂടിയും പറയാം. അദ്ദേഹം ഉദയപ്രകാശ് का जन्म 1952 जनवरी में हुआ. उसका जन्म मध्य प्रदेश के अनूपपुर नामक ज़िले के सीतापुर नामक गांव में हुआ. इन्होंने नई दिल्ली से शिक्षा प्राप्त की. सागर और जवाहरलाल नेहरू विश्वविद्यालय से शिक्षा प्राप्त की. उनकी प्रमुख रचनाएँ ये कविता संग्रह है सुनो कारीगर, अबूतर कबूतर, रात में हारमोनियम, एक भाषा हुआ करती है, ये सब कविता संग्रह है. और कहानी संग्रह भी है दरियाई घोड़ा, तिरछी, अंत में प्रार्थना, पोल गोमरा का स्कूटर, पीली छतरी वाली लड़की, दत्तात्रेय के दुख, मोहनदास, अरेबा परेबा, मैगुनसिल, ये सब कहानी संग्रह है. इसके अलावा निबंध आलोचना और साक्षात्कारों का संकलन भी है. ईश्वर की आंग, अपनी उनकी बात, नई सदी का पंचतंत्र. ये कुछ पुस्तकों का अनुवाद और रूपांतर भी किया था. लाल घास पर नीले घोड़े एक रूसी नाटक है, इसका अनुवाद और रूपांतर भी किया है. और प्रोफेसर हरिंदा की सौंदर्य शास्त्री पुस्तक का अनुवाद, ये उसका पुस्तक का नाम है कला अनुभव. അതുപോലെ BBC संवाददाता का एक किताब, ये इस किताब का हिंदी अनुवाद इंदिरा गांधी की आखिरी लड़ाई. അതുപോലെ തന്നെ आंशिक अनुवाद और संपादन रोमे रोला का भारत, इसके बारे में एक आंशिक अनुवाद और संपादन भी किया है. और इसके अलावा कई साहित्यिक पुरस्कारों से भी सम्मानित किया जा चुका है. ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. उदयप्रकाश की सबसे प्रसिद्ध या श्रेष्ठ कहानी है अपराध. ये कहानी का आधार क्या है? इसमें ये लेखक कहते हैं उन्होंने अपने बचपन की एक अविस्मरणीय घटना को यहाँ ये कहानी की सृष्टि के लिए आधार बनाया है. कहानी का नाम अपराध. यहाँ लेखक कहते हैं खेल खेल में अपनी गलती से सिर पर चोट लगने के कारण उसका चोट का दोषारोपण अपने बड़े भाई के सिर पर लगाकर अपने पिता से पिटवाता है. उस समय बचपन के समय में बच्चा होने के कारण इसके लिए उसे तनिक भी अधिक दुख नहीं होता था, लेकिन बाद में इसके लिए बहुत ग्लानि होती है. इस घटना के लिए वह आजन्म इस अपराध बोध से ग्रस्त रहा है, अब भी ग्रस्त रहा है. ओके, थैंक यू.